എല്ലാവർക്കും നമസ്കാരം. MVDയുടെ പുതിയ ചില നിയമ പരിഷ്കരണങ്ങൾ ജനുവരി 1 മുതൽ നടപ്പാക്കിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തൊക്കെയാണ് പരിഷ്കാരങ്ങളെന്ന് ഞാനൊന്ന് വായിക്കാം. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. ഒന്നാമത്തെ കാര്യം. പിഴ അടയ്ക്കാൻ 45 ദിവസത്തെ സാവകാശം, അതിനുശേഷം കർശന നടപടി. ഇനി പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തും എന്ന് പറഞ്ഞാൽ പേര് മാറ്റാനോ ഫിറ്റ്നസ് സേവനങ്ങളോ എല്ലാം തടസ്സപ്പെടും ബ്ലാക്ക് ലിസ്റ്റിലായി കഴിഞ്ഞാൽ. അടുത്തത്, കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം ഈ പുതിയ സംവിധാനം കൊടുക്കുന്നു. ഇനി മറ്റൊരാളാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി വാഹന ഉടമയ്ക്കാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ നടപടികളും RC ഉടമയ്ക്ക് എതിരാണ്. ഞാൻ ആദ്യമേ MVD ഡിപ്പാർട്ട്മെൻറ്റിനോടും അതിൻ്റെ തലപ്പത്തുള്ളവരോടും മന്ത്രിയോടും ചോദിക്കട്ടെ, നിങ്ങൾക്കെന്താണ് പൊതുജനത്തോട് ഇത്ര പക? നിങ്ങൾക്കെന്താണ് പൊതുജനത്തോട് ഇത്ര ശത്രുത? ഇത് ഒരു വല്ലാത്ത അവസ്ഥയിൽ ജനത്തിൻ്റെ മുതുകത്തേക്ക് തന്നെ ഉരുണ്ട് കയറുന്ന രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറുന്നത് എന്തുകൊണ്ട്? ഇതിൻ്റെ തലപ്പത്തുള്ള മന്ത്രിയോടും ഇതിൻ്റെ തലപ്പത്തുള്ള സാറുമാരോടും ഒക്കെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. KSRTCയിൽ എത്ര ബസ്സിന്, ഗതാഗത വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം പ്രധാനമാണല്ലോ KSRTC, എത്ര ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്? എത്ര ബസ്സിന് ഇൻഷുറൻസ് ഉണ്ട്? എത്ര ബസ്സിന് പുകയുടെ പേപ്പറുണ്ട്? എത്ര ബസ്സിന് റോഡ് ടാക്സ് ഉണ്ട്? എത്ര ബസ്സിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്? പ്രൈവറ്റ് ബസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ബലമായി നടപ്പിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ KSRTCയിൽ ഉണ്ടോ? ഇത് നിങ്ങളിപ്പം മറുപടി പറയുന്നില്ലെങ്കിലും നിങ്ങളെക്കൊണ്ട് മറുപടി പറയിക്കുന്ന ഒരു കാലം ഒത്തിരി വിദൂരമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. പൊതുജനം ചോദിക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട്? ചോദിക്കാൻ പവറുള്ളവൻ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു മറുപടി പറയണമല്ലോ. ഇനി അടുത്തത്, കാലഹരണപ്പെട്ട എത്ര ബസ്സുകൾ നിങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്? അടുത്ത ചോദ്യം, മദ്യപിച്ച് സസ്പെൻഷനിലായ 650 ഡ്രൈവർമാർ KSRTC നിൽപ്പുണ്ട്. 5000 രൂപ പിഴ അടച്ചാൽ ഇവരെ തിരിച്ചെടുക്കാവുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരിച്ചെടുക്കുന്നത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുക്കുന്നത്? ഇനി KSRTCയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ 10ലധികം ആളുകളെ നിർത്തിക്കൊണ്ട് പോകാൻ പെർമിറ്റ് ഇല്ലല്ലോ. ഈ നിയമം ആദ്യമേ ആരാ അനുസരിക്കേണ്ടത്? നിയമം അനുസരിക്കേണ്ടത് ഭരിക്കുന്നവരാദ്യമേ ഇതനുസരിച്ച് കാണിക്കേണ്ടത്, എന്നിട്ടാണ് ഭരിക്കപ്പെടുന്നവരെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടത്. KSRTC ബസ്സിൽ 10ലധികം ആളുകളെ നിർത്തിക്കൊണ്ട് വണ്ടി സർവീസ് നടത്തുന്നത്, ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? പല ദിവസങ്ങളും നമ്മൾ കാണാം 50 പേര് 55 പേര് ബസ്സിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വേറെ ഒരു 55 പേരെയും കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? നിയമമാണെങ്കിൽ എല്ലാം നിയമമായിരിക്കണം. ഇനി ഈ റോബിൻ ഗിരീഷും സർക്കാരുമായിട്ടൊരു പിടുത്തം നടന്നായിരുന്നല്ലോ കോയമ്പത്തൂർ ബസ് സർവീസിൻ്റെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. സർക്കാരിന് ഇതൊന്നും ബാധകമല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നും പറഞ്ഞ് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് മുറുകിയപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ജനത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, സർക്കാരിൻ്റെ കാര്യം സർക്കാർ നോക്കിയാൽ മതി. അപ്പോൾ ചോദിക്കട്ടെ, ആരാണ് സർക്കാർ? ആരാണ് സർക്കാർ? ഇനി പൊതുജനത്തിന് ജനാധിപത്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ഇല്ലെന്നാണോ മന്ത്രി ധരിച്ചു വച്ചിരിക്കുന്നത്? പൊതുജനത്തിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അതിനെ ജനാധിപത്യം എന്ന് പറയുന്നത്. ആദ്യം ഈ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നെങ്കിലും ഭരിക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. ചോദിക്കും ജനം ചോദിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവരെ ഷണ്ഡീകരിച്ചതുകൊണ്ടാണ് ഇവർ ചോദിക്കാത്തത്. അതേസമയത്ത് ജനം ചോദിക്കാൻ തുടങ്ങിയാൽ മറുപടി പറയേണ്ടി വരും. ആരാണ് സർക്കാർ? നിങ്ങൾ മറുപടി പറയണം. ഇനി
ഇനി അടുത്തത്, മന്ത്രിക്കും MVD ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാമോ, കേരളത്തിൻ്റെ ഈ മലയോര ജില്ലകളിൽ പ്രത്യേകിച്ച് ഈ ഏലകൃഷികളൊക്കെ നടക്കുന്നിടത്ത്, അല്ലെങ്കിൽ തേയില അതുപോലെ കാപ്പി അതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ദിവസം 25-26 പേരെ കുത്തി നിറച്ചാണ് തമിഴ്നാട്ടിൽ നിന്ന് ജീപ്പുകൾ ഇങ്ങോട്ട് വരുന്നത്. ഈ ജീപ്പുകൾ എന്തുകൊണ്ടാണ് MVD പിടിക്കാത്തത്? കേരളത്തിൽ ഓടുന്ന കമാൻഡർ ജീപ്പുകൾക്കാണ് പലതിനും 9+1 പെർമിറ്റ് ഉള്ളത്. പുതിയ മോഡൽ കമാൻഡറിനൊന്നും 9+1 പെർമിറ്റ് ഇല്ല, എല്ലാം 5+1 പെർമിറ്റ് ഉള്ളൂ, സീറ്റ് കൂടുതലുണ്ട്. ട്രാക്സ് ഉൾപ്പെടെയുള്ള വണ്ടികളൊക്കെ എല്ലാ സാധനം ഈ ജൂഡോ എന്നൊക്കെ പറയുന്ന വണ്ടികളൊക്കെയും 9+1 പെർമിറ്റ് ഉള്ളൂ. സാധാരണ ജീപ്പിനെല്ലാം 5+1 അല്ലെങ്കിൽ 6+1 7 സീറ്റിന് താഴെ പെർമിറ്റ് ഉള്ളൂ. ഇൻവേർട്ടർ പോലെയുള്ള പോലീസ് ജീപ്പുകളുടെ പണ്ടത്തെ ഇൻവേർട്ടർ പോലെയുള്ള ജീപ്പുകൾക്കൊക്കെ 7 സീറ്റിനെ പെർമിറ്റ് ഉള്ളൂ. ഈ 7 സീറ്റിന് പെർമിറ്റുള്ള ഇൻവേർട്ടറുകളിൽ ഈ ഇടുക്കി ജില്ലയുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള മലയോര ജില്ലകളിലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ജീപ്പെ കുത്തി നിറച്ച് വരുന്നത് 25 പേര് 26 പേരാ. എന്തുകൊണ്ട് കേരള MVD ഈ വണ്ടി പിടിക്കുന്നില്ല? എന്നാൽ കേരളത്തിലെ വണ്ടി പോയി ആളിനെ കയറ്റിക്കൊണ്ട് വന്നാൽ MVD പിടിക്കുകയും ചെയ്യും. കേരളത്തിലെ വണ്ടി പോയി തമിഴ്നാട്ടിൽ ചെന്ന ആളുകളെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതിവിടുത്തെ MVD പിടിക്കും. സത്യത്തിൽ MVD എന്താ ഉദ്ദേശിക്കുന്നത്? മലയാളി ഈ നാട്ടിൽ ഒരുത്തനും ജീവിക്കരുത്, എങ്ങനെയാലും ഇവനെല്ലാം കെട്ടിത്തൂങ്ങി ചത്തോട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്? ആണോ ഉദ്ദേശിക്കുന്നത്? ഇനി ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ പിടിക്കാത്തത്? അവിടുത്തെ ഭരണാധികാരി നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? അവിടുത്തെ ഭരണത്തെ പേടിയുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പിടിക്കാത്തത്? അല്ല നിങ്ങൾ എന്നാ പിടിക്കാത്തത്? നിയമമാണ് എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കാൻ മേലെ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ വെള്ള പെയിൻ്റ് അടിച്ചില്ലേ അപകടത്തിൽപ്പെടും. എന്നാ ഊളം നിയമങ്ങളാണ്, എന്നാ ഊളം നിയമങ്ങളാണ്. എന്നിട്ട് KSRTC ഇപ്പോൾ ഇറങ്ങുന്ന തന്നെ മുഴുവൻ പൂക്കളമായിട്ടാണ് വണ്ടിയെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂരിനും പെരുമ്പാവൂരിനും ഒക്കെ പോകുന്ന ഈ ചെറിയ ബസ്സുണ്ട്, മാർക്കോ പോളോ, അതിൻ്റെയൊക്കെ പുറത്ത് വരച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ പൂക്കളം പോലെയാണ് വരച്ച് വെച്ചേക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ല. പുതിയ ബസ് ലൈലൻഡിൻ്റെ ഡബിൾ ഡക്കർ ബസ് ഇറങ്ങിയേക്കുന്നത് ചിത്രപ്പണികളുടെ ഒരു കൂടാരമാണ്. പക്ഷേ ഇവിടുത്തെ പൊതുജനം നിന്നെ ഒന്നും ചെയ്തേക്കരുത്, നിൻ്റെയൊക്കെ ഞങ്ങൾ പറയും, നീയൊക്കെ ഞങ്ങളുടെ അടിമകളാടാന്നുള്ള രീതിയിലല്ലേ കാണിക്കുന്നത്. എന്നാ ഇടപാടായത്? ഒന്നെങ്കിൽ സർക്കാരിൻ്റെ വണ്ടിക്ക് അടിക്ക് വെള്ള, അല്ലെങ്കിൽ KSRTCക്ക് നല്ല മാന്യമായൊരു ചുമന്ന പെയിൻ്റ് ഉണ്ടല്ലോ, അതടിച്ച് വണ്ടി ഓടിയിരും. KSRTC എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന കളർ അതാ. ആ കളർ തന്നെ എല്ലാ വണ്ടിക്കും അങ്ങ് അടിക്കും നല്ല കലാപരമായിട്ട്. എന്നിട്ട് അന്തസ്സായിട്ട് മാതൃക കാണിക്കുക. അടുത്തത്, ഇവിടുത്തെ ബസ്സുകൾക്ക് സബ്വൂഫറോ സംവിധാനം ഒന്നും വെക്കാൻ മേല, ഓടി നടന്ന് MVD പിടിക്കും. എന്നാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകൾ വെച്ചിരിക്കുന്ന സബ്വൂഫറുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് നോക്കിയാൽ ഈ വാഗമണ്ണിലും കുമളിയിലും വയനാട്ടിലും ഒക്കെയുള്ള അല്ലെ മൂന്നാറ്റിലും ഒക്കെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന തമിഴ്നാട് ബസ്സിനകത്ത് ഇരിക്കുന്ന സംവിധാനം എന്നാണെന്നറിയോ? വലിയ ഇടിവെട്ട് സ്വരമാണ് വെളിയിൽ വരുന്നത്. എന്നാ MVD പിടിക്കാത്തത്? MVDക്ക് മുട്ട് കുറയ്ക്കുമോ? ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മുതുകത്തോട്ട് ഉരുണ്ട് കയറാനേ MVDക്ക് പറ്റുള്ളൂ. എന്നാ പിടിക്കാത്തത്? ഇനി അടുത്ത ചോദ്യം, സാധാരണക്കാരൻ്റെ കാറാണ്, കുഞ്ഞു കാറാണ്, മാരുതിയുടെ കാറുകൾ 800 ആണേലും ഓൾട്ടോ ആണേലും എക്സ്പ്രസോ ആണേലും അല്ലെങ്കിൽ വാഗണാറാണേലും അങ്ങനെയുള്ള കാറുകൾ എത്ര രൂപ ടാക്സ് അടയ്ക്കണമെന്നറിയാവോ? 75,000 രൂപയെടുത്ത് 15 വർഷത്തെ ലൈഫ് ടാക്സ് അടയ്ക്കണം. സാമ്പത്തികം ഉള്ളവരുടെ കാറ് ഞാൻ ഈ ദിവസങ്ങൾ ഒരെണ്ണത്തിൻ്റെ നോക്കിയപ്പോൾ കാംറി എന്ന് പറഞ്ഞ് ടൊയോട്ടയ്ക്ക് ഒരു കാറുണ്ട്, അതിന് 10,47,684 രൂപ റോഡ് ടാക്സ് അടയ്ക്കണം. ഈ ഓരോ ദിവസവും ഈ ആയിരക്കണക്കിന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലൈഫ് ടാക്സ് ആയിട്ട് മേടിക്കുന്ന കോടികൾ നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞല്ലേ മേടിക്കുന്നത്. എവിടെയാണ് നല്ല റോഡ്? നിങ്ങളൊന്ന് മറുപടി പറഞ്ഞ്, എന്ത് ചെയ്യാൻ നല്ല റോഡുകൾ? ഈ പണം അങ്ങോട്ട് മേടിക്കുമ്പോൾ ഇതിന് വ്യവസ്ഥയുണ്ടല്ലോ. എന്തിനാണ് റോഡ് ടാക്സ് മേടിക്കുന്നത്? നല്ല റോഡുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇത് മേടിക്കുന്നത്. എന്ത് ചെയ്യാൻ നല്ല റോഡുകൾ? ഗ്രാമീണ റോഡുകളിൽ കൂടെ മനുഷ്യന് പോകാൻ മേലല്ലോ, മനുഷ്യൻ്റെ നടുവൊടിയുക. എന്നിട്ട് മുഴുവൻ മനുഷ്യൻ്റെ മുഖത്ത്, ഇവിടുത്തെ പൊതുജനത്തിൻ്റെ മുഖത്തോട്ടാണ് ഉരുണ്ട് കയറുന്നത്. ഇനി മന്ത്രിയോട് ചോദിക്കട്ടെ, അല്ല നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ തലപ്പത്തുള്ളവരോട് ചോദിക്കട്ടെ, ഈ കുഴി ഉണ്ടായെങ്കിൽ ഞങ്ങളിപ്പോൾ പൈസ അടച്ചില്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ കർശന നടപടിയാണല്ലോ. ഈ കുഴി ഉണ്ടായാൽ
45 ദിവസത്തിനുള്ളിൽ ആ കുഴി അടയ്ക്കുന്നില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമോ? ഇപ്പോൾ PWD റോഡാണെങ്കിൽ ഗതാഗതവും പൊതുമരാമത്തും പരസ്പരം ലിങ്കായി നിൽക്കുന്ന ഒരു വകുപ്പാണല്ലോ. നിങ്ങൾക്ക് ഒരു കുഴി ഉണ്ടായിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ അത് റിപ്പയർ ചെയ്ത് കണ്ടീഷൻ ആക്കുന്നില്ലെങ്കിൽ ആ ഏരിയയിലെ PWDയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയോ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കരിമ്പട്ടികയിൽപ്പെടുത്താമോ? അവർക്കെതിരെ നടപടിയെടുക്കാമോ? അവരുടെ ശമ്പളം നിങ്ങൾക്ക് പിടിച്ചു വെക്കാമോ? അതെങ്ങനെ പറ്റുമല്ല? നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആൾക്കാരല്ലേ. ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അല്ലാതെ ഈ ഒരു സൈഡിലോട്ട് പോകുന്നതിന് പാലം എന്ന് പറയാൻ പറ്റിയല്ല. സർക്കാർ ഇപ്പോൾ പറയുന്നതല്ല ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ടൊന്നുമില്ല. ഇനി ചോദിക്കുന്നത്, ഈ കുഴിയിൽ വീണ ഒരുത്തൻ നടുവൊടിഞ്ഞാൽ, ഒരുത്തൻ്റെ വണ്ടിക്ക് നഷ്ടം സംഭവിച്ചാൽ, ഒരുത്തന് പരിക്ക് പറ്റിയാൽ സർക്കാർ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുമോ? കർശന നടപടി ആ കാര്യത്തിൽ എടുക്കുമോ? ഇല്ല. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൽ ടോറസ് 10 വീലുള്ള ടോറസിന് ലോഡ് പെർമിറ്റ് 16 ടണ്ണാണ്. 16 ടണ്ണുള്ള ടോറസിൽ 40 ടണ്ണ് ലോഡുമായി ഈ കേരളത്തിലെ 14 ജില്ലകളും തലങ്ങും വിലങ്ങും ഓടുന്നത് ഇവിടുത്തെ MVD കണ്ടിട്ടില്ലേ? ഇവിടുത്തെ MVD ഇത് കണ്ടിട്ടില്ലേ? ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇത് കണ്ടിട്ടില്ലേ? ഈ 16 ടണ്ണുള്ള വണ്ടി ഈ 40 ടണ്ണുമായിട്ട് സ്ഥിരം ഈ റോഡിൽ കൂടെ ഓടുമ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഈ 40 ടണ്ണും ലോഡ് കയറ്റാനുള്ള പെർമിറ്റ് വാഹന ഉടമയ്ക്ക് കൊടു. ഇതിൻ്റെ പണം സർക്കാരിലേക്ക് വരുമല്ലോ. ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് അത് നടപടി വരുത്താൻ പറ്റുമോ? ഏതൊക്കെയാലും ഇവിടുത്തെ റോഡ് മുഴുവൻ തകർത്ത് ഈ സാധനം വഴി അവിടെ പോകുന്നുണ്ടോ? എന്നാൽ പിന്നെ ഇതിന് ഈ പെർമിറ്റ് അങ്ങ് കൊടുക്കാമെങ്കിൽ ഇതിന് വരുന്ന നികുതി സർക്കാരിലേക്ക് വരികയല്ലേ. പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന പലർക്കും പൊള്ളും. ഇപ്പോൾ ഒരു കാര്യം പറയാം, നിങ്ങൾ നിയമങ്ങൾ ഓരോന്നായിട്ട് ജനത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ നടത്താതെ നിയമമായിട്ട് വാ. ചില സംഭവങ്ങൾ കോടതികളിൽ ഇനി മുന്നോട്ട് കാണാം. അല്ലാതെ മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മേല. അങ്ങനത്തെ സാഹചര്യമാണ് ഇവിടെയെന്ന് സർക്കാരിനോടും പൊതുജനത്തോട് പറയട്ടെ. നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ മേലാത്ത അതിഭയങ്കരമായ സാഹചര്യം ഇനി വർദ്ധിച്ചു വരും. ഇപ്പം തന്നെ നിൽക്കാൻ മേല. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.